സംസ്ഥാനത്ത് അതിശക്തമായ മഴക്കെടുതിയിൽ ഇന്ന് 3 മരണം റിപ്പോർട്ട് ചെയ്തു. ട്രെയിനുകൾ പലതും വൈകിയോടുന്നു. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനം വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. 7 വള്ളങ്ങൾ കാണാനില്ല. മലയോര മേഖലകളിൽ വ്യാപക നാശനഷ്ടം. ഉച്ചയ്ക്ക് ശേഷം തീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് തുടരുന്നത്. മഴക്കെടുതിയിൽ 3 മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കുമെന്നാണ് പ്രവചനം. മലയോര മേഖലയിൽ അതീവ ജാഗ്രതയാണ്. ട്രാക്കിൽ മരം വീണ് പലയിടത്തും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ട്രെയിനുകൾ പലതും വൈകി ഓടുകയാണ്. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് മത്സ്യബന്ധനത്തിന് പോയ ഒരാൾ മരിച്ചു. 7 വള്ളങ്ങൾ മടങ്ങിയെത്തിയിട്ടില്ല. പുല്ലുവിള സ്വദേശി തതയൂസാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിയ 5 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം വാഫിന് സമീപം ഇന്നലെ രാത്രിയാണ് മറിഞ്ഞത്. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. കാണാതായ വള്ളത്തിലുള്ളവർക്കായി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടരുകയാണ്. ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ്. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. നെയ്യാറ്റിങ്കര, കാട്ടാക്കട താലൂക്കുകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. മരം കടപുഴകി വീണ് 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇപ്പോഴുള്ള ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് പ്രവചനം. ഉച്ചയ്ക്ക് ശേഷം തീവ്ര ന്യൂനമർദ്ദം കരയിൽ പ്രവേശിക്കും. അതേസമയം ശക്തമായ മഴ തുടരുന്നുണ്ടെങ്കിലും പ്രളയ സാധ്യത ഇതുവരെ പ്രവചിച്ചിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.